സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിൽ നമുക്ക് ഏറ്റവും അധികം കൺസേൺസ് ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധമായിരുന്നു. കാരണം പ്രീ സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സും ഒരുപാട് കാഷ്വൽ ആയിട്ടുള്ള അപ്രോച്ചും അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്സ് ഒക്കെ കൊണ്ട് ഒരുപാട് ഗോളുകൾ വഴങ്ങിയപ്പോൾ ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട ചർച്ച ഈ സീസണിലെ ഡിഫൻസ് പോരാ എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും പ്രീതം കോട്ടാലും പ്രബീർ ദാസും രണ്ടുപേരും നല്ല പ്രതീക്ഷയോടെ കൊണ്ടുവന്ന, പ്രീതം കോട്ടാൽ പ്രത്യേകിച്ച് ഒരു വലിയ എക്സ്ചേഞ്ച് ഒക്കെ നടത്തി കൊണ്ടുവന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ഹോർമി ആണെങ്കിലും നവോച്ച ആണെങ്കിലും ഇവരിൽ നിന്നൊക്കെ ഒരുപാട് മിസ്സുകളും കാഷ്വൽ ആയിട്ടുള്ള പെർഫോമൻസും നമ്മൾ പ്രീ സീസണിൽ കണ്ടിരുന്നു. അതിന്റെ കാരണവും അങ്ങനെ കളിക്കാനുണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്നാൽ പോലും പ്രീ സീസണിൽ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡിഫൻസിൽ അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ ഡിഫൻസ് വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാച്ചുകൾ കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത് 6 ഗോളുകളാണ്. ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ലാസ്റ്റ് 3 മാച്ചുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യൻ ഡിഫൻസ്, നമുക്കൊരു വിദേശ താരം ഇല്ലാതെയാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. അവിടെയും നമുക്ക് ഫസ്റ്റ് ചോയ്സ് ഫുൾ ബാക്സ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രബീർ ദാസ് സസ്പെൻഷനിൽ പുറത്തുപോയി, എയ്ബാൻ ദോഹലിംഗ് ആണെങ്കിൽ ഇഞ്ചുറി വന്ന് പുറത്തുപോയി. കഴിഞ്ഞ സീസണിൽ ഫുൾ ബാക്ക് പോസ്റ്റിന് ഒരു വലിയ ദുരന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സീസണിലെ ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സിനെ നമുക്ക് നഷ്ടമാകുന്നത്. എന്നിട്ട് പോലും ഈ 4 പേരും ഓൾ ഇന്ത്യൻ ഡിഫൻസ് വെച്ച് കഴിഞ്ഞ 3 മാച്ചുകൾ കളിച്ചിട്ടും വഴങ്ങിയിട്ടുള്ളത് ആകെ 3 ഗോളുകൾ മാത്രമാണ്. അതിൽ ഒരെണ്ണം പെനാൽറ്റിയാണ്, ഓപ്പൺ പ്ലേ ഗോളല്ല. ബാക്കി 2 എണ്ണം തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എറർ എന്ന് പറയാൻ പറ്റുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഗോള് തന്നെയാണ് 2 ഗോളുകൾ. കാരണം ആ 2 ഗോളും നമ്മുടെ ഡിഫൻഡേഴ്സിനെ, പ്രത്യേകിച്ചും സെൻട്രൽ ബാക്സിനെ ബീറ്റ് ചെയ്തിട്ട് ഡ്രിബിൾ പാസ് ചെയ്ത് നേടിയിട്ടുള്ള 2 ഗോളുകളാണ്. അവിടെ നമുക്ക് ആ ഒരു പ്രശ്നം പറയാൻ പറ്റും. എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ 3 മാച്ചുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഡിഫൻസ്, ഓൾ ഇന്ത്യൻ ഡിഫൻസ് കളിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു ഫോറിൻ പ്ലെയർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമോ ഒരു സ്ട്രഗിളിങ്ങോ നമുക്ക് കാര്യമായിട്ട് ഒരു ഡിഫൻസിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഈ 4 പേരും ഈക്വലായിട്ട്, ഒരാൾ ഡൗൺ ആകുമ്പോൾ മറ്റൊരാൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരാളെ നമുക്ക് എടുത്ത് പറയാനില്ല. എങ്കിൽ പോലും ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ അധികം നോട്ടീസ് ചെയ്ത് പോകുന്ന ഒരു പെർഫോമൻസിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ആദ്യമേ തന്നെ അത് പ്രീതം കൊട്ടാലാണ്. ആദ്യമേ പറഞ്ഞ വലിയ പ്രതീക്ഷയോടെ ഒരു വലിയ എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടീമിലേക്ക് വന്ന പ്രീതം കൊട്ടാൽ. നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് മാനേജ് ചെയ്യുന്നതിൽ പ്രീതം കോട്ടാൽ വഹിക്കുന്ന ഒരു പങ്ക്. നമ്മളൊരു ഫോറിൻ ഡിഫൻഡറിനെ ഡിഫൻസീവ് ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ പെർഫോമൻസും അതിന്റെ കോൺട്രിബ്യൂഷനൊക്കെ പുറമെ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. നമ്മുടെ മറ്റ് ഇന്ത്യൻ പ്ലേയേഴ്സിന് ആ ഒരു ഗൈഡൻസ് കൊടുക്കുന്നതും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതും ആ ഒരു ഡിഫൻസീവ് ലൈൻ ഓർഗനൈസ് ചെയ്യുന്നതും റീസ്റ്റാർട്ട് എടുക്കുന്നതൊക്കെ ആ ഒരു ഫോറിൻ പ്ലെയർ ആയിരിക്കും. ആ ഒരു ക്വാളിറ്റി വെച്ചിട്ടും എക്സ്പീരിയൻസ് വെച്ചിട്ടും. സോ അങ്ങനെ ഒരു പ്ലെയർ മിസ്സാകുമ്പോൾ അതിൻ്റെ ഒരു കുറവ് ഒരു തരി പോലും കാണിക്കാത്തതിൽ പ്രീതം കോട്ടാലിന്റെ പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, ക്യാപ്റ്റനായിട്ട് കുറച്ചധികം മാച്ചുകൾ കളിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മറ്റു പ്ലേയേഴ്സിന് ആ ഒരു ഗൈഡൻസ് കൊടുക്കാൻ തക്കവണ്ണം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് പ്രീതം കോട്ടാൽ. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻസീവ് ലൈനിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ഫോറിൻ പ്ലെയർ ഇല്ലെന്ന് പറയുന്ന ഒരു പ്രശ്നം കാണിക്കാത്തതിൽ പ്രീതം കോട്ടാൽ വഹിക്കുന്ന പങ്ക് അത് വളരെ വലുത് തന്നെയാണ്. നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അധികം നോട്ടീസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അത് മറ്റ് പ്ലേയേഴ്സിന്റെ പെർഫോമൻസ്, പ്രത്യേകിച്ചും നമ്മുടെ ഗോൾ കീപ്പറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണെങ്കിലും, നമ്മൾ കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റ് പ്ലേയേഴ്സിനോട് അദ്ദേഹം ബിഹേവ് ചെയ്യുന്ന രീതിയാണെങ്കിലും, കോച്ചിനോട് പോയി സംസാരിക്കുന്നതൊക്കെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് പ്രീതം കോട്ടാൽ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ബേസിക്സിലുള്ള മിസ്റ്റേക്സ് ഒന്നും അധികം വരാത്തതും എറേഴ്സ് ഒന്നും വരാത്തതും ഈ പറഞ്ഞ ആ ഒരു മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ഡിഫൻസീവ് ലൈനിൽ ഉള്ളതുകൊണ്ടാണ്. അതേ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്, ചില ബോൾസ് എറേഴ്സ്, മിസ് ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിന്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് പകരുന്ന ഒരു കോൺഫിഡൻസ് അത് വളരെ വലുതായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു പ്ലെയർ ഹോർമി പാം ആണ്. നമുക്കറിയാം, ഈ സീസണിൽ കളിക്കാൻ ഏറ്റവും കുറവ് ചാൻസ് ഉണ്ടായിരുന്ന ഒരു ഡിഫൻഡറാണ് ഹോർമി പാം. കാരണം നമുക്ക് 2 ഫോറിൻ ഡിഫൻഡേഴ്സ്, അതിൽ മിലോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ലെസ്കോവിച്ച് ഓൾറെഡി നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഇനി അവർക്കൊപ്പം ഒരു ഇന്ത്യൻ പ്ലെയറെ ചൂസ് ചെയ്യാനാണെങ്കിൽ പ്രീതം കോട്ടാൽ എന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ നമുക്കുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ബെഞ്ചിലാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ഹോർമിയാണ്. പക്ഷേ ഹോർമിയെ തേടി വീണ്ടും അവസരം വരുമ്പോൾ ആ അവസരം കൃത്യമായിട്ടാണ് അദ്ദേഹം മുതലെടുക്കുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നാളെ സസ്പെൻഷൻ കഴിഞ്ഞ് മിലോസ് വരും, ഇഞ്ചുറി മാറി ലെസ്കോവിച്ച് വരും, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തന്റെ ചാൻസ് കുറയുമെന്നുള്ളത് അതിനറിയാം. അതുകൊണ്ട് കിട്ടിയ അവസരം എത്ര നീറ്റായിട്ട് ചെയ്യാമോ അതാണ് ഹോർമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യങ് പ്ലെയർ ആണെന്നുള്ള പ്രശ്നമൊന്നും ഹോർമി കാണിക്കുന്നില്ല. ഫസ്റ്റ് സീസണിൽ ഹോർമിക്ക് എന്താണ് സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു അത്രയും ഇമ്പാക്റ്റിലേക്ക് സെക്കൻഡ് സീസണിൽ വന്നില്ലെങ്കിലും അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ ഹോർമിയും ഈ ഡിഫൻസീവ് ലൈനിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു കോൺഫിഡൻസ് തരുന്നതിൽ, ഒരു യങ് പ്ലെയറിനെ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്, താരതമ്യേന എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയറിനെ വെച്ചാണ് കളിക്കുന്നത് എന്നൊരു ഫീല് വരാത്തതിൽ ഹോർമിയുടെ ക്വാളിറ്റിയും ഹോർമിയുടെ പെർഫോമൻസും
കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 ഫുൾ ബാക്സ് മുന്നേ സൂചിപ്പിച്ച പോലെ നമുക്ക് കഴിഞ്ഞ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഡിഫെൻസീവ്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഫുൾ ബാക്സ്. ആ പോസ്റ്റിലേക്കാണ് ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സ് പ്രബീർ ദാസും ഐബാനും പകരം സെക്കൻഡ് ചോയ്സ് ആയിട്ട് സന്ദീപ് സിംഗും നവോച്ച സിംഗും വരുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ കൃത്യമായ ധാരണ ഉണ്ടാവും, ഒരു സെക്കൻഡ് ചോയ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചാൻസ് കിട്ടാൻ സാധ്യത കുറവാണെന്നൊക്കെ. പക്ഷേ വന്ന സമയത്ത് അവരെ അല്ലാതെ മറ്റാരെയും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അവർ ചെയ്യുന്ന ഡ്യൂട്ടി വളരെ നീറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫുൾ ബാക്ക് പൊസിഷനിൽ ഒരുപാട് സേവുകൾ, പ്രത്യേകിച്ചും സന്ദീപ് സിംഗ് ഒക്കെ കഴിഞ്ഞ മാച്ചിൽ ഗോളെന്ന് ഉറപ്പിച്ചൊരു സേവൊക്കെ നടത്തുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ലോങ് ഡയഗണൽ ബോൾസ് ആണെങ്കിലും ഹൈ ബോൾസ് ആണെങ്കിലും പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും അതിപ്പോൾ നവോച്ച ആണെങ്കിലും സന്ദീപ് ആണെങ്കിലും കൃത്യമായിട്ട് അവരത് മാനേജ് ചെയ്യുന്നുണ്ട്. ഡിഫെൻസീവ്ലി ഒരു വലിയ സഹായമാണ് ഈ 2 പേര് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവോച്ച സിംഗിന്റെ കേസിലേക്ക് വരാണെങ്കിൽ പ്രീ സീസണിൽ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യുന്നതിലും ഫൈറ്റ്, ആ ഒരു ഫിസിക്കൽ ബാറ്റിലൊക്കെ വരുമ്പോൾ അദ്ദേഹം വളരെയധികം ദാരുണമായിട്ട് ബീറ്റായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ സീസണിൽ നവോച്ച ഇതുവരെ കാണിച്ചിട്ടില്ല. സോ അത്തരത്തിലൊരു മികച്ച രീതിയിലുള്ള സ്റ്റെബിലിറ്റിയാണ് ഫുൾ ബാക്ക് പൊസിഷനിൽ സന്ദീപ് സിംഗും നവോച്ച സിംഗും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒഫൻസിലേക്ക് വരുമ്പോൾ ഇവരുടെ ട്രാൻസിഷൻ, ഓവർലാപ്സ്, ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ, അവിടെയാണ് ചെറിയ പ്രശ്നങ്ങൾ കാണുന്നത്. അതിൽ മെയിൻ ആയിട്ട് റൈറ്റ് ബാക്ക് സന്ദീപ് സിംഗിന്റെ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് താരതമ്യേന ഗെയിം സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കിനേക്കാൾ കൂടുതൽ ഒഫൻസീവില് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കിട്ടുന്നത് റൈറ്റ് ബാക്കിനാണ്. അതൊരു പക്ഷേ അദ്ദേഹം അത്തരത്തിൽ ഓവർലാപ്പ് ചെയ്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു എഫേർട്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് റൈറ്റിൽ കൂടുതൽ അദ്ദേഹത്തിലേക്ക് പന്തുകൾ എത്തുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവിടെ പന്തുകൾ എത്തിയതിനു ശേഷം അതിന്റെ ബോക്സിനകത്തേക്കുള്ള ബോളുകളിലാണ് ഒരു ചെറിയ നിരാശ നമുക്ക് കാണുന്നത്. അതിൽ പ്രത്യേകിച്ചും ക്രോസുകളിലേക്ക് വരുമ്പോൾ ചില സമയത്ത് നല്ല ക്രോസുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ മാച്ചിന്റെ തുടക്കത്തിൽ പെപ്രയിലേക്ക് വെച്ച് കൊടുത്തൊരു ക്രോസൊക്കെ കിടിലൻ ക്രോസുകളായിരുന്നു. ആ ക്രോസിന്റെ കർവും ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ മാച്ചിൽ തന്നെ മറ്റൊരു ക്രോസ് അദ്ദേഹം കൊടുക്കുമ്പോൾ വലിയ വ്യത്യാസത്തിൽ അത് പോസ്റ്റിന്റെ മുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി, കൃത്യമായ ബോളുകൾ, അത് കഴിഞ്ഞ മാച്ചിലാണെങ്കിലും കഴിഞ്ഞതിന് മുൻപുള്ള മാച്ചിലാണെങ്കിലും ഫ്രണ്ടിൽ കൊടുക്കേണ്ട ബോൾ കട്ട് ബാക്ക് ആയി പോകുന്നു, കട്ട് ബാക്ക് കൊടുക്കേണ്ട ബോൾ ക്രോസ് ആയി പോകുന്നു, ചില സമയത്ത് ഷോട്ടുകളിലേക്ക് അദ്ദേഹം ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു കാൽക്കുലേഷന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സപ്ലൈസിന്റെ പ്രശ്നമോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരുപാട് അസിസ്റ്റുകൾ, ക്രോസുകളുടെ രൂപത്തിൽ ഒരുപാട് അസിസ്റ്റുകൾ നമ്പേഴ്സിന്റെ കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഗെയിം സ്റ്റൈലിൽ സന്ദീപ് സിംഗിന് അങ്ങനെ ഒരു റോള് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഒരു സന്ദീപ് സിംഗിന് ഒരു പ്രശ്നം തോന്നുന്നത്. പക്ഷെ ഡിഫൻസീവ്ലി പക്ക നീറ്റായിട്ടാണ് മാർക്കിങ്ങും ബ്ലോക്സും അതുപോലെ തന്നെ ഇന്റർസെപ്ഷൻസും ഒക്കെ സന്ദീപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഡിഫൻസീവ്ലി നമുക്ക് ഒരു പ്രശ്നവും സന്ദീപിനെ പറ്റി പറയാനില്ല. നവോച്ച സിംഗിന്റെ കേസിലേക്ക് വരുമ്പോഴും ഓവർലാപ്സിന്റെ കുറവ്, നമ്മൾ സന്ദീപ് സിംഗിനെ കാണുന്നത് പോലെ ലെഫ്റ്റിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന ക്രോസ് കൊടുക്കുന്ന രീതിയിൽ നവോച്ചയെ കാണാറില്ല. പക്ഷേ ചില മാച്ചുകൾ, ഒരു മാച്ചിൽ 6 ക്രോസ് ഒക്കെ കൊടുത്തിരുന്നു. അത്തരത്തിൽ ചില മാച്ചുകൾ അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് വരുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം മുന്നോട്ട് കയറി വരുന്നുണ്ട്, ഓവർലാപ്പ് കൊടുക്കുന്നുണ്ട്, നല്ല ക്രോസുകൾ വരുന്നുണ്ട്, ഒരു നല്ല തകർപ്പൻ ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ വന്നിരുന്നു. സോ ഫുൾ ബാക്ക് പൊസിഷനും കൃത്യമായിട്ട് തന്നെ ഈ 2 പേര് ചേർന്ന് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിഫൻസിന്റെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ബാക്ക് ലൈൻ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പെപ്പർ ഉൾപ്പെടെ വന്ന് ബാക്കിൽ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന രീതി കാണാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഡിഫൻസീവ് മിഡിന്റെ കോൺട്രിബ്യൂഷനും നമ്മൾ ഇതിൽ എടുത്തു പറയണതാണ്. നമ്മുടെ വിപിൻ മോഹൻ ആണെങ്കിലും ഡാനിഷ് ഫാറൂഖ് ആണെങ്കിലും അവരുടെ ചില ഡ്രോപ്പിംഗ്സും അവരുടെ ചില ഇറങ്ങി വന്നിട്ടുള്ള റിക്കവറീസും ബ്ലോക്സും ഒക്കെ ഡിഫൻസിൽ നമ്മൾ ആ ഒരു സ്റ്റെബിലിറ്റി നൽകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മറ്റു കാര്യങ്ങളാണ്. അവരെ കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഈ സീസണിൽ നമ്മുടെ ഡിഫൻസീവ് ലൈനിൽ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു കാഷ്വൽ അപ്രോച്ച്. നമ്മൾ തുടക്കത്തിൽ 1-2 മാച്ചുകളിൽ പ്രീതം കോട്ടാലിന്റെ ഭാഗത്ത് ആ ഗോൾ കൺസിഡർ ചെയ്യുന്ന സമയത്തൊക്കെ അത്തരത്തിലൊരു ഫീൽ വന്നെങ്കിലും കഴിഞ്ഞ 3 മാച്ചിലും, അത് ക്രൂഷ്യലായിട്ടുള്ള 3 മാച്ചുകളിൽ അത്തരത്തിലുള്ള കാഷ്വൽ അപ്രോച്ചോ സില്ലി ആയിട്ട് മാച്ചിന് എടുക്കുന്നതോ ഒന്നും ഈ ഡിഫൻസീവ് ലൈനിന്റെ ഭാഗത്ത് കണ്ടില്ല. ഓരോരുത്തരും കൃത്യമായ കോൺട്രിബ്യൂഷൻ എവിടെയാണോ കളിക്കേണ്ടത് ആ രീതിയിൽ വളരെ നീറ്റായിട്ടാണ് ഇവർ കളിച്ചത്. ആ ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് നമ്മുടെ ഡിഫൻസിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ക്രൂഷ്യലായിട്ടുള്ള 3 മാച്ചുകൾ, ടഫായിട്ടുള്ള 3 മാച്ചുകൾ ഒരു ഫോറിൻ ഡിഫൻഡർ ഇല്ലാതെ മാനേജ് ചെയ്തു. അത് ഒരുപാട് എറേഴ്സിലേക്കോ അല്ലെങ്കിൽ വലിയ മിസ്റ്റേക്സിലോ ഒന്നും പോവാതെ മാനേജ് ചെയ്തതിൽ ഈ 4 പേരും കൈയ്യടി അർഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു അപ്രീസിയേഷൻ എന്ന രീതിയിൽ ഈ വീഡിയോ എടുക്കാം. സോ എന്തായാലും ഈ ഒരു ഡിഫൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.